ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേനേൻ്റെ ഇലയും തണ്ടൊക്കെ വെച്ചിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഒന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ഈ തോരൻ ഉണ്ടാക്കാൻ ഇത്ര ഇലയും തണ്ടോട് കൂടിയിട്ടുള്ള ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ ഇല നല്ലോണം നോക്കിയതിന് ശേഷം 1-2 പ്രാവശ്യം ഒരു പാത്രത്തിലിട്ടിട്ട് നല്ലോണം കഴുകിയെടുക്കണം. ഇപ്പം മഴ അതിനെക്കൊണ്ട് പൊടി അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല. എന്നാലും ഈ ഒച്ചിൻ്റെ ശല്യമൊക്കെ ഉള്ളതിനെക്കൊണ്ട് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷം നല്ലോണം കഴുകിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം മുഴുവനും കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഇങ്ങനെ കുത്തനെ കുറച്ച് നേരം വെക്കുക. അപ്പോൾ ആ വെള്ളമൊക്കെ അങ്ങോട്ട് താഴോട്ട് ഊർന്ന് വരും. ഇനി ഇതൊരു കട്ടിംഗ് ബോർഡിലോ മറ്റോ വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒരു പിടിയാക്കിയിട്ട് ഇങ്ങനെ കുറേശ്ശെയായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് മുഴുവനായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. 1 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണ് അരി ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ അരി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 8-10 ചെറിയ ഉള്ളി അരിഞ്ഞത് അത് ഇതിലിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഏത് ഇലക്കറികൾ തോരൻ വയ്ക്കുകയാണെങ്കിലും ഈ ചുവന്ന ഉള്ളിയും അരിയൊക്കെ ഒന്ന് വറുത്തിടുമ്പോൾ അതിന് ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇപ്പം ഈ ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു 3 വറ്റൽമുളക് ഞാനിൽ ചെറുതാക്കി മുറിച്ചിട്ടെടുത്തിട്ടുണ്ട്. അതൊന്ന് മൂക്കട്ടെ. ഇപ്പോൾ ഇതൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞ് വെച്ച ചേനയിൽ ഇട്ട് കൊടുക്കുക. ഈ ഇല ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇല വാടി കഴിയുമ്പോൾ ഗ്യാസ് സിമ്മിലാക്കുക. ഇല വാടിയാൽ ചൊറിയാനുള്ള സാധ്യത ഉണ്ട്. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിലുള്ള ഉപ്പ്, അത് ഉപ്പ് ലേശം ഇട്ട് കൊടുക്കുക. പിന്നെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടി നടുവിലേക്ക് ആക്കി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒരു മൂടി എടുത്തിട്ട് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് വേവട്ടെ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് വെക്കുക. ഇനി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഈ ചേനത്തണ്ടിന് നല്ല വേവുണ്ടല്ലോ. അതൊന്ന് വെന്തിനോന്നൊരു കഷ്ണം എടുത്ത് നോക്കിയപ്പോൾ വെന്തില്ല കേട്ടോ. ഇലയ്ക്ക് പിന്നെ അത്ര വേവില്ല. ഇതുപോലെ ഒന്നും കൂടി തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഇതിലേക്ക് ചതച്ചിടാനുള്ളൊരു അരപ്പ് തയ്യാറാക്കണം. 5 വെളുത്തുള്ളിയും 2 പച്ചമുളകും 1 കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാനിതിലേക്ക് ഇടാനായിട്ട് എടുത്തിട്ടുള്ളത്. അത് വല്ലാതെ അരിയൊന്നും വേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. മൂടി തുറന്ന് നോക്കുക. ഈ പേലി തണ്ടൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ആ നടുവിലായിട്ട് ആ ചതച്ച് വെച്ച അരപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇലയൊക്കെ കൂടി മുകളിലേക്ക് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒരു മൂടി എടുത്ത് അടച്ച് വെച്ച് 2 മിനിറ്റും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കുക. ഇപ്പോൾ ഈ അരപ്പും ഇലയൊക്കെ കൂടി നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ വെള്ളമയമൊക്കെ ഒന്ന് നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് ഇപ്പം ചേനയിലത്തോരൻ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് വിളമ്പി മാറ്റണം. ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു വിഭവമാണ് ഇട്ടത്. മായമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ.